ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്കും സാധാരണ യാത്രക്കാർക്കും അനുഗ്രഹമായി പുതിയ പാസഞ്ചർ ട്രെയിൻ. വൈകുന്നേരത്തോടെയാണ് ട്രെയിൻ സർവീസെങ്കിലും യാത്രക്കാരുടെ പങ്കാളിത്തം ഉണ്ടായാൽ രാവിലെയും സർവീസ് നടത്താനുള്ള തീരുമാനത്തിലാണ് റെയിൽവേ. ദീർഘനാളായിട്ടുള്ള യാത്രക്കാരുടെ ആവശ്യത്തിനാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചതോടെ വിരാമമായിരിക്കുന്നത്. തൃശൂർ ഗുരുവായൂർ പാതയിൽ പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തണമെന്നായിരുന്നു യാത്രക്കാരുടെ ആവശ്യം. പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്കും അനുബന്ധ യാത്രക്കാർക്കും അനുഗ്രഹമായിരിക്കുകയാണ്. പുതിയ ട്രെയിൻ സർവീസിനെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങൾ വലിയ ആഘോഷപൂർവ്വമായാണ് സ്വീകരിച്ചത്. തീർത്ഥാടകർക്ക് പുറമെ ഗുരുവായൂർ, ചാവക്കാട്, കുന്നംകുളം അടക്കമുള്ള പ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങൾക്കും ട്രെയിൻ സർവീസ് ഗുണകരമാകും. കളക്ട്രേറ്റിലേക്ക് വരാനുള്ളവർക്കും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികൾക്കും വളരെ വേഗത്തിൽ തൃശൂരിലെത്താനുള്ള മാർഗമായി ഇത് മാറി. കേവലം ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ള സർവീസ് അല്ലെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന സർവീസാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ട്രെയിനിന്റെ പ്രത്യേകത ഇത് ഗുരുവായൂരിന് വേണ്ടിയോ അല്ലെങ്കിൽ തൃശൂരിന് വേണ്ടിയോ ഒരുപക്ഷെ സ്ഥാപിതമാവുന്ന ഒരു റെയിൽ സേവനമല്ല, മറിച്ച് തൃശൂരിനും ഗുരുവായൂരിനും അതിനിടയ്ക്കുള്ള സ്റ്റേഷനുകളെല്ലാം വന്ന് പതിക്കുന്ന ആ പഥത്തിൽ വന്ന് പതിക്കുന്ന എല്ലാ സ്റ്റേഷനുകളും ആ പ്രദേശത്തെയും ഒക്കെ ഒരുപക്ഷെ വ്യാപാര വിപണനം ഇതിനൊക്കെ ഉതകുന്നതും. കൃത്യമായി വാഹനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർ തൃശൂർ നഗരത്തിലടക്കം പെട്ടുപോകുന്നത് പതിവാണ്. പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ ഭക്തരുടെ ബുദ്ധിമുട്ടും മാറും. ജനം, തൃശൂർ.